ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറിൻസ് കിച്ചൺ ടേസ്റ്റിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് ഉപ്പിലിടാനായിട്ട് പോവുകയാണ്. എല്ലാ ദിവസവും പൈനാപ്പിൾ ജ്യൂസും ക്യാരറ്റ് ജ്യൂസും ഒക്കെ ഉണ്ടാക്കുക നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഈ കൊറോണ സമയത്ത് ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ദിവസം ഒരു കഷ്ണം പൈനാപ്പിളോ ഒരു നെല്ലിക്കയോ ഒക്കെ കഴിച്ചാൽ മതിയാവും. അപ്പം നമ്മളിത് ഉപ്പിലിട്ട് ഒന്നുകിൽ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കഴിച്ചോളും. അപ്പം നമ്മളിന്നിവിടെ നെല്ലിക്കയും പൈനാപ്പിളും ക്യാരറ്റുമാണ് ഉപ്പിലിടാനായിട്ട് പോകുന്നത്. ക്യാരറ്റും പൈനാപ്പിളും നീളമുള്ള ചെറിയ പീസസ് ആക്കി മുറിച്ച് തിൻ പീസസ് ആക്കി മുറിച്ച് വെക്കണം. പിന്നെ നമ്മുടെ നെല്ലിക്ക ഒന്ന് വരഞ്ഞു കൊടുക്കണം, ഒരു 3-4 കട്ട് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ കയറാനായിട്ടാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടിയത് എരിവിനായിട്ട് പച്ചമുളകോ കാന്താരിയോ, പിന്നെ ഉപ്പ്, വിനാഗിരി. അപ്പം നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ബോട്ടിലും കൂടെ റെഡിയാക്കി വെക്കാം. ഗ്ലാസ് ബോട്ടിൽസ് ആണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇവിടെ 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽസേ ഉള്ളൂ, അതെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ 1 ലിറ്റർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ കൂടുതൽ ക്വാണ്ടിറ്റി കൊള്ളുന്നതാണ്. ആദ്യം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം റെഡിയാക്കാം. 3 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ബോയിൽ ആകുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ 3 ടേബിൾ സ്പൂൺ വിനാഗിരി. ഉപ്പ് ടീസ്പൂണിലാണ് മെഷർ ചെയ്തത്, വിനാഗിരി ടേബിൾ സ്പൂണിലാണ്. ഇനി ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നെല്ലിക്ക ഒക്കെ ഒന്ന് വരഞ്ഞു വെക്കാം. എന്നിട്ട് എല്ലാം നമുക്ക് ഈ ബോട്ടിലിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നെല്ലിക്കയും പൈനാപ്പിളും ക്യാരറ്റും ബോട്ടിലിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകാണെങ്കിൽ പച്ചമുളക്, അല്ലെങ്കിൽ കാന്താരി, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു മുളക് ഉപയോഗിക്കാം. ഇവിടെ ഓരോ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് 2ഓ 3ഓ ഒക്കെ പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ്. ഓർത്ത് നോക്കിയാൽ നമ്മൾ എയർപോർട്ടിലോട്ടൊക്കെ പോകുമ്പോൾ വഴിയുടെ സൈഡിലൊക്കെ കേരളയിൽ ഇത് കിട്ടുന്നുണ്ടല്ലോ, എത്ര ടേസ്റ്റാണ്. ഇപ്പം ഇവിടെ നമ്മൾ പൈനാപ്പിളും ക്യാരറ്റും നെല്ലിക്കയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെയാണെങ്കിൽ പിണ്ടിയുടെ അച്ചാർ ഒരു പ്രാവശ്യം കിട്ടി, പിന്നെ ലോലോലിക്ക, മാങ്ങ, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നുമ്പം എടുത്ത് കഴിക്കാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അന്നേരം ഇത് ഉണ്ടാക്കാനായിട്ട് പോകണം, അത്രയേ ഉള്ളൂ. ഈ കോവിഡ് ടൈമിൽ എല്ലാവരുടെയും രോഗപ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് ഇങ്ങനെ ഒരു ഉപ്പിലിട്ടത് എല്ലാവരും ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മൾ നെകയ്ക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒത്തിരി ചൂടായിട്ട് ഒഴിക്കല്ല, വാം വാട്ടർ വേണം ഒഴിക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഇന്ന് തന്നെ വീട്ടിലുള്ള എന്തെങ്കിലും ഫ്രൂട്ടോ വെജിറ്റബിളോ ഒക്കെ ഉപ്പിലിടണം. കുട്ടികളോടൊക്കെ ഓരോ പീസ് എടുത്ത് കഴിച്ച് വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഒത്തിരി ഉണ്ട് ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ. അതിൻ്റെയൊക്കെ ഗുണം കിട്ടാനായിട്ട് ഇടയാകും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കണം. ഉടൻ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ കണ്ടുമുട്ടതാണ്. May God bless you all.